നമ്മൾ ആലപ്പുഴയിൽ സഭയായി കൂടി വന്നിട്ട് ഇന്ന് 26 വർഷമാകുന്നു. ഈ ഞായറാഴ്ചയ്ക്കുള്ള പ്രത്യേകത ഇത് നമ്മുടെ ആഘോഷിക്കുന്ന വാർഷിക സൺഡേ ആണ്, ആനിവേഴ്സറി സൺഡേ ആണ്. അത് നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. ദൈവം ആ ആലപ്പുഴയിൽ ഇങ്ങനെ നമ്മളെ സഭയായി ആക്കിയിരിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ? ഇനി അതിന്റെ പർപ്പസ് എന്താണ്? എന്തിനാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്? വെറുതെ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് നമ്മൾ പോകാനുള്ള സൗകര്യത്തിന്, കോട്ടയത്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ആലപ്പുഴ കൂടാമെന്ന് വിചാരിച്ച് അങ്ങനെ ആക്കിയിരിക്കുന്നതാണോ? അല്ല, ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ആ പരമാധികാരത്തിൽ, മുൻ നിശ്ചയത്തിൽ ആലപ്പുഴയിൽ നമ്മൾ കൂടി വരുമ്പോൾ നമ്മളെ ആക്കിയിരിക്കുന്നതിന് ഒരു നിശ്ചയം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്തായിരുന്നു ചെയ്തത്? കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവായ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തി, അവിടുത്തെ ഹിതം അനുസരിച്ച് ജീവിച്ചു എന്ന് മാത്രമല്ല, അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു. നമ്മളെ സഭയാക്കിയിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഈ ഒരു ചിന്തയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവ സ്വഭാവം കാണിച്ചു കൊടുക്കുവാൻ ദൈവം ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ദൈവം സഭയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സഭയ്ക്കാണ് ആ ഉത്തരവാദിത്വം. സഭയുടെ ഉത്തരവാദിത്വമാണ് ദൈവത്തെ ഉയർത്തുക, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുക, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവനെ വെളിപ്പെടുത്തുക എന്നുള്ള വലിയ ഉദ്ദേശം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? സഭയാണ്. സഭയാന്ന് പറയുമ്പോൾ നമ്മളെ തന്നെയാണ്. ഒരു വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സത്യത്തിന്റെ അടിസ്ഥാനവും തൂണുമായ ദൈവസഭ എന്നൊരു പ്രയോഗം നമ്മളവിടെ കാണുന്നു. ഒരു പ്രയോഗം നമ്മളവിടെ കാണുന്നുണ്ട്. ആ വാക്യം എല്ലാവർക്കും അറിയാമല്ലോ. ഏതാ വാക്യം? തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തില് ആ ഒരു പ്രയോഗം നമ്മൾ കാണുന്നു. എന്താണ്? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭ. ഞാൻ ആ ദൈവത്തിന്റെ സഭ എന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാക്യം കാണിച്ചത്. എന്താണ് ജീവനുള്ള ദൈവത്തിന്റെ സഭ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും. സത്യം എന്ന് പറഞ്ഞാൽ സത്യം ആരാണ്? യേശുവാണ് സത്യം. ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്താ? അപ്പോൾ ഇന്ന് യേശു നിലനിൽക്കുന്നതും യേശു ഉയർത്തപ്പെടുന്നതും സഭയിലൂടെയാണ്. തൂണെന്ന് പറഞ്ഞാൽ എന്താ? തൂണെന്താ? ഒരു തൂണ് ഒരു നിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യേശുവിനെ ഉയർത്തി നിർത്തുന്നത് സഭയിലൂടെയാണ്. അപ്പോൾ സഭയിൽ നമ്മൾ യേശുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തണം എന്നുള്ളതും പറയുമ്പോൾ തന്നെ അത് യേശുവിനെ ഈ തലമുറയിൽ വെളിപ്പെടുത്തി ഉയർത്തുവാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കാണ്. അപ്പൊ നമ്മളെ എവിടെയെങ്കിലും ആക്കിയിരിക്കുമ്പോൾ അവിടെ നമ്മുടെ മേലുള്ള ഒരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് യേശുവിന്റെ നാമത്തെ ഉയർത്തുക, യേശുവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. നമ്മൾ യേശുവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സഭയെക്കുറിച്ച് ധാരാളം പ്രയോഗങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണാം. സഭ എന്താണ് എന്നുള്ളതിനെ പല പേരിട്ട് സഭയെ വിളിച്ചിട്ടുണ്ട്. അതിലേറ്റവും കോമൺ ആയിട്ട് വളരെ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ഏതാ? എന്താണ്? യേശുവിന്റെ ശരീരമാകുന്ന സഭ. അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പല ഭവനമാണ്, ആലയമാണ്, ഒരുപാട്. നമ്മളിപ്പോ കൺകോർഡൻസ് എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ അല്ലെ, കുറെ അധികം കാണാം. അല്ലെ, സന്തോഷം, കുറെ അധികം പേരുകൾ കാണാം സഭയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ശരീരമാകുന്ന സഭ എന്നാണ്. ശരീരം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ കാണാം. നമുക്ക് കേൾക്കാവോ? പ്രയാസമുണ്ടോ? കേൾക്കാവോ? ദൈവത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ശരീരമാവുന്ന സഭ എന്നാണ്. ശരീരമാവുന്ന സഭ. അപ്പോൾ ശരീരമാവുന്ന സഭ എന്ന് പറയുമ്പോൾ ഒരു ശരീരമുണ്ടെങ്കിൽ അവിടെ അതിൽ നിന്ന് അർത്ഥമാകുന്നത് എന്താണ്? ശരീരമാകുന്ന സഭ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വെളിവാകേണ്ടത്? യേശുവിന്റെ സ്വഭാവം. യേശു എങ്ങനെ ജീവിച്ചു അതുപോലെ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് സഭയുടെ ഉത്തരവാദിത്വം.
അങ്ങനെ പറയുമ്പോൾ അത് ആരുടെ ഉത്തരവാദിത്വമായി മാറുന്നു? സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അത് ആരാന്റെ ഉത്തരവാദിത്വം എന്നാണോ? സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ യേശുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്വമാണെന്ന് പറയുമ്പോൾ അത് ആരുടെ ഉത്തരവാദിത്വമാണ്? അതിന്റെ അംഗങ്ങളായിട്ടുള്ള, അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് യേശുവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ എവിടെ ആക്കിയിരിക്കുന്നുവോ അവിടെ യേശുവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പാൽക്കാലം പ്രിയമുള്ളവരെ നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ 26 വർഷമായിട്ട് നമ്മളെ ആലപ്പുഴയിൽ ഇവിടെ ആക്കിയിരിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ യേശുവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് വളർന്നിട്ടുണ്ട്, ആ ഒരു കാര്യത്തിൽ നമ്മൾ എത്രത്തോളം വളർന്നിട്ടുണ്ട്, എത്രത്തോളം നമ്മൾ അതിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. വ്യക്തിപരമായിട്ട് നമ്മുടെ ഓരോരുത്തരും ജീവിതം വഴിയായിട്ട് നമ്മൾ എത്രത്തോളം യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കുവാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഈ പാൽക്കാലം എടുക്കാം. വേഗത്തിൽ ഒരു 5-6 കാര്യങ്ങൾ നമ്മളോട്. അപ്പം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവമക്കളോട് ദൈവത്തിന്റെ പ്രമാണം വചനത്തിലൂടെ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പറയാനായിട്ട് ഒരുപാട് ദൈവവചനങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നത് ധാരാളം ദൈവവചനങ്ങൾ കാണാം. പക്ഷെ അതിൽ ചില വചനങ്ങളിൽ യേശുവിനോട് റിലേറ്റ് ചെയ്തുകൊണ്ട്, യേശുവിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട്, യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് താരതമ്യം ചെയ്തുകൊണ്ട് യേശുവിനെ പോലെ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ, യേശു ക്രിസ്തുവിനോട് താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒരു വാക്യം ആദ്യം വായിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് കർത്താവിന്റെ ഏത് സ്വഭാവത്തെ കുറിച്ചാണ്. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കർത്താവിന്റെ സ്വഭാവം എന്താ? താഴ്മയേക്കാൾ താഴ്മയുണ്ട്, അതുകൂടെ തന്നെ സ്നേഹമാണല്ലോ ഏറ്റവും നമ്മൾ വരുന്നത്. കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സ്നേഹം. അപ്പൊ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവവചനം പറയുന്നത് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്നു, കർത്താവിന്റെ തന്നെ വാക്കുകളാണ്, ഞാനൊരു പുതിയ കൽപ്പനയാണ് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. കൽപ്പന തരിക മാത്രമല്ല, അവിടെ യേശുവിനോട് റിലേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ യേശുവിനോട് താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്ന കൽപ്പനകളാണ് ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അത് പറയുന്നത് എന്താണ്? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. വെറുതെ സ്നേഹിക്കുക എന്നുള്ളതല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. അതിനൊരു പ്രത്യേകതയുണ്ട്. വെറുതെ സ്നേഹിക്കുക എന്ന് പറയല്ല, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ അന്യോന്യം സ്നേഹിക്കണമെന്നാണ്. കർത്താവിന്റെ സ്നേഹം എന്താണ്? ഇന്നലെ കല്യാണ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ജോജിബ്രാനെ പറഞ്ഞല്ലോ, കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചു എന്ന് പറയുന്ന സ്നേഹം, ആ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇന്നലെ കല്യാണ ശുശ്രൂഷയിൽ പങ്കെടുത്തവരെല്ലാം അത് കേട്ടിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന് 4-5 ആ വാക്യങ്ങളിൽ സ്നേഹം എന്താണെന്ന് പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളത് ഏതോ ഒരു സ്നേഹമാണ്. ആ സ്നേഹം കർത്താവിന്റെ സ്നേഹം മാത്രമാണ്. കർത്താവിന്റെ സ്നേഹം മാത്രമാണ് ആ മുഴുവൻ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സ്നേഹം. പ്രിയമുള്ളവരെ, അതാണ് നമുക്കുള്ള കൽപ്പന. ആ സ്നേഹം നമ്മൾ സ്നേഹിക്കണമെന്ന്. എല്ലാം സഹിക്കുന്ന, എല്ലാം പൊറുക്കുന്ന, ആ വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. എല്ലാം സഹിക്കുന്ന, എല്ലാം പൊറുക്കുന്ന, ദീർഘക്ഷമയുള്ള, ദയയുള്ള, അസൂയപ്പെടാത്ത, വമ്പു പറയാത്ത, അഹങ്കരിക്കാത്ത, പരുഷമായി പെരുമാറാത്ത, സ്വാർത്ഥം അന്വേഷിക്കാത്ത, കോപിക്കാത്ത, ദോഷം കണക്കിടാത്ത, തിന്മയിൽ രസിക്കാത്ത, എല്ലാം വഹിക്കുന്ന, എല്ലാം വിശ്വസിക്കുന്ന, എല്ലാം പ്രത്യാശിക്കുന്ന ആ സ്നേഹം അതാരുടെ സ്നേഹമാണ്? അത് ദൈവത്തിന്റെ സ്നേഹമാണ്, കർത്താവിന്റെ സ്നേഹമാണ്. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സ്നേഹമാണ്. ഞാനിപ്പോ പറഞ്ഞതല്ല, എവിടുന്നാണ് പറഞ്ഞതെന്നറിയാമോ? എന്റെ തലയിൽ ഉദിച്ച ആശയമൊന്നുമല്ല, വേദപുസ്തകത്തിൽ നിന്നാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. അതാണ് സ്നേഹം, അതാണ് ആ സ്നേഹം. പ്രിയമുള്ളവരെ, അതാണ് നമുക്കുള്ള വെല്ലുവിളി. നമ്മൾ എത്രത്തോളം നമ്മൾ ഈ കാലത്തിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാലം പരിശോധിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിൽ ഇത്തരത്തിലെല്ലാം സഹിക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം ഉൾക്കൊള്ളുന്ന, ഒട്ടും അസൂയപ്പെടാത്ത ആ തരത്തിലുള്ള ഒരു സ്നേഹം നമുക്ക് തമ്മിലുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളിൽ നിന്നത്, ദൈവം ആഗ്രഹിക്കുന്നു നമ്മളിൽ നിന്നത്.
അതുകൊണ്ട് ഇന്ന് അതിന്റെ കുറവ് കണ്ട് ആരും നിരാശപ്പെടാനല്ല, ആരും നിരാശപ്പെടരുത്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുവാനും മാനസാന്തരപ്പെടുവാനുള്ള അവസരം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ സ്നേഹം തരുവാൻ നൽകേണ്ട പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ച് ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ളൊരു വെല്ലുവിളിയാണിത്. അല്ലാതെ നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകാനല്ല. നമ്മൾ ദൈവം പരിശോധിക്കുമ്പോൾ, ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കുന്നത് ദൈവമുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തുവാൻ വേണ്ടിയാണ്. ആ രീതിയിൽ ഇതിനെ കണ്ടാൽ മതി. അങ്ങനെയാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. രണ്ടാമത് മറ്റൊരു വാക്യത്തിലേക്ക് പോകാം. വേഗത്തിൽ ഞാൻ പോട്ടെ. രണ്ടാമത് മറ്റൊരു വാക്യത്തിലേക്ക്, അത് നേരത്തെ സന്ധ്യ പറഞ്ഞ താഴ്മ, കർത്താവിന്റെ താഴ്മ, അതും കർത്താവ് എന്നെ പോലെ എന്നാ പറഞ്ഞത്. എന്നിൽ നിന്ന്, ആ വാക്യം എല്ലാവർക്കും അറിയാം, എന്നിൽ നിന്ന് പഠിക്കുക. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും മറ്റൊരു കാര്യം കാണുന്നു. ഞാൻ സൗമ്യനും വിനയശീലനുമാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും. ഞാൻ സൗമ്യനും വിനയശീലനുമാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും. ഇത് മറ്റൊരു സ്വഭാവമാണ്, കർത്താവിന്റെ സ്വഭാവം. അവിടെയും വീണ്ടും പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞ് കർത്താവ് പഠിപ്പിക്കുകയാണ് നമ്മളെ. എന്നിൽ നിന്ന് പഠിപ്പിക്കും, ഞാൻ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു 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 കുഴപ്പം. മലയാളം ട്രാൻസ്ലേഷനിൽ ഞാൻ സൗമ്യനായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഞാൻ ഹൃദയത്തിൽ നിന്നുണ്ട്, അല്ലെ? ഇംഗ്ലീഷിൽ അത് ഇൻ ഹാർട്ട്, അല്ലെ? അങ്ങനല്ലേ? ഹംബിൾ ഇൻ ഹാർട്ട് എന്നാണ്. മലയാളത്തിൽ അത് ഈ ഹൃദയത്തിൽ എന്നില്ല, അല്ലെ? പഴയതിൽ മാത്രം ഇല്ലല്ലോ, ഹൃദയത്തിൽ നിന്ന് ഇല്ല. ഞാൻ സൗമ്യനായിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് താഴ്മയും സൗമ്യതയും അപ്പൊ എവിടുന്നാ വരേണ്ടത്? അതിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്, വളരെ വ്യക്തമാണ്. എന്താണ് താഴ്മയും സൗമ്യതയും? എവിടുന്നാണ് വരേണ്ടത്? അത് ഹൃദയത്തിന്റെ ഒരു അവസ്ഥയാണ്, അല്ലാതെ പുറമേ കാണിക്കുന്നതല്ല, ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഹൃദയത്തിൽ താഴ്മയും വിനയവും ഉള്ളവനാണ്, എന്നിൽ നിന്ന് പഠിപ്പീൻ. കർത്താവ് അതുകൊണ്ട് വളരെ സൗമ്യനായിട്ട് എപ്പോഴും ആരോടും ഇങ്ങനെ വളരെ സൗമ്യമായിട്ടാണോ പോയത്? കർത്താവ് ദേഷ്യപ്പെട്ടിട്ടില്ലേ? കർശനമായിട്ട് പറഞ്ഞിട്ടില്ലേ? കർത്താവ് കർശനമായിട്ട് ശാസിച്ചിട്ടില്ലേ? പരീശന്മാരെ നോക്കി കർശനമായിട്ട് ശാസിച്ചു. സ്വന്തം ശിഷ്യനായിട്ടുള്ള ആരെയാ ശാസിച്ചത്? പത്രോസിനെ കടന്നു പോകും പിശാചെന്ന് പറഞ്ഞ് ശാസിച്ചു. ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ വളരെ കർശനമായിട്ട് ചാട്ടവാറെടുത്ത് അടിച്ചു. അങ്ങനെ അപ്പോൾ അതും കർത്താവിന്റെ താഴ്മയിൽ തന്നെയാണ് കർത്താവ് അത് ചെയ്തതെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ആ കർത്താവിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് താഴ്മ. അപ്പോൾ കർത്താവിന്റെ താഴ്മ, അതിന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്തായിരുന്നു? കർത്താവിന്റെ നേരെ എന്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും, കർത്താവിനെ ആരെന്ത് ദ്രോഹിച്ചാലും കർത്താവ് തിരിച്ചൊന്നും പറഞ്ഞില്ല. ഇന്ന് നമുക്ക് അതുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. എന്താണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്നുണ്ടല്ലോ? പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്നത് എന്താ? ആ ഒരു മാതൃകയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് ആ വാക്യം വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 20 പോലുള്ള വാക്യങ്ങൾ. തെറ്റ് ചെയ്തിട്ട് അടികൊള്ളുന്ന സഹിഷ്ണുത കാണിച്ചാൽ പ്രശംസമാൻ എന്തുള്ളൂ, എന്നാൽ നന്മ ചെയ്തിട്ട് പീഡനമേൽക്കുകയും അത് ക്ഷമയോടെ സഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദം. എന്നിട്ട് 21 പോലുള്ള ശ്രദ്ധിക്കണം. 21 മുതൽ, ഇതിനായിട്ടല്ലോ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട് പീഡനം സഹിക്കുകയും നിങ്ങൾ അവിടുത്തെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഒരു പാപവും ചെയ്തില്ല, അവിടുത്തെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കണം, തന്നെ ശകാരിച്ചിട്ട് അദ്ദേഹം പകരം ശകാരിച്ചില്ല, പീഡനം സഹിക്കുമ്പോൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയില്ല, ന്യായമായി വിധിക്കുന്നതിന്റെ പക്കൽ ഫലമേൽപ്പിക്കാത്തത്. ഇത് കർത്താവ് കാൽവറിയിൽ ക്രൂശിൽ കിടന്നപ്പോഴും അത് തന്നെയാണ് കാണിച്ചു കൊടുത്തത്. തന്നെ ക്രൂശിക്കുന്ന ആ ആളുകളോട് കർത്താവ് പറഞ്ഞ എന്തായിരുന്നു? ഇവർ ചെയ്യുന്നതെന്ന് അറിയാകിയാൽ, അല്ല, ആ ഒരു സൗമ്യതയാണ് കർത്താവ്. അത് കർത്താവിന്റെ സ്വഭാവമായിരുന്നു. ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്ന ആ സൗമ്യത, താഴ്മ, അത് വീണ്ടും കർത്താവിന് മറ്റൊരു സ്വഭാവത്തിൽ നമ്മളത് കാണുന്നു. ക്ഷമിക്കാന്നുള്ളിടത്തും അത് തന്നെ നമ്മൾ കാണുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഈ അന്യായമായിട്ട് നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് കാണേണ്ട ഒരു കാര്യം, നമ്മൾ ഈ അന്യായമായിട്ട് കഷ്ടം സഹിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം എന്താണെന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ താഴ്മ വെളിപ്പെടുന്നത്. ന്യായമായിട്ടുള്ള കാര്യമല്ല, അന്യായമായിട്ട്. ഇവിടെ അന്യായമായിട്ടല്ല, ന്യായമായിട്ട് കഷ്ടം സഹിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമുക്ക് എവിടെയെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഒരു ചെറിയ അനീതി വന്നാലാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? പറ.
നമ്മൾക്ക് ന്യായമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ജസ്റ്റിസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? മിണ്ടാതെ നിൽക്കുമോ? ഒരു വാക്ക് പോലും ഉരിയാടാതെ, ഒരു വാക്ക് പോലും തിരിച്ചു പറയാതെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ലെന്ന് പറയാൻ എളുപ്പ, പക്ഷെ അതാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോ പറ്റത്തില്ലെന്നങ്ങ് പറഞ്ഞാൽ അങ്ങ് തീർന്നോ? ഇല്ല, പറ്റത്തില്ലെന്ന് പറയാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ നിശബ്ദമായിട്ട് നിൽക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതാണ് താഴ്മ. കർത്താവിൽ നിന്ന് പഠിക്കേണ്ട താഴ്മ അതാണ്. നമ്മൾക്ക് അന്യായമായിട്ട് കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ, ഒരു രീതിയിലും പകരം ചോദിക്കാതെ, പകരം ഒന്നും ചെയ്യാതെ നിശബ്ദമായിട്ട് നിൽക്കാനുള്ള ആ ഒരു സ്വഭാവം അത് നമ്മളിലുണ്ടോ? അതാണ് പരിശോധിക്കേണ്ടത്. കർത്താവിന്റെ ആ സ്വഭാവം നമ്മൾ എത്രത്തോളം നമ്മളിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് താരതമ്യം ചെയ്യേണ്ട കർത്താവുമായിട്ടാണ്. നമുക്കൊരു മാതൃക കർത്താവാണ്, വേറെ ആരുമല്ല. നമുക്ക് ആ മാതൃക അതാണ്. വീണ്ടും കർത്താവിന്റെ മറ്റൊരു സ്വഭാവത്തിലേക്ക് നമുക്ക് വരാം. അവിടെയും കർത്താവ് പറഞ്ഞു, ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ എന്ന് പറഞ്ഞ മറ്റൊരു വാക്യം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങളും അന്യോന്യം പാദങ്ങൾ കഴുകേണ്ടതാണ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാല് കഴുകണമെന്നാണോ? ഇവിടെ പാദങ്ങൾ കഴുകണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ആരും അത് ചെയ്യുന്നില്ല, അല്ലെ? പാദങ്ങൾ കഴുകുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ കേവലം അക്ഷരത്തിൽ അത് കാല് കഴുകുക എന്നുള്ളതല്ല. ഇന്നിപ്പോ നമുക്കറിയാം, പെസഹ ദിവസം പലയിടത്തും അതൊരു ഷോ ആയിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇന്ന് കാലുകഴുകൽ ശുശ്രൂഷ എന്ന് പറഞ്ഞ് പലരും അതൊരു ഷോ പോലെ കാണിക്കുന്നു. പക്ഷെ അതല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കൊരു കൽപ്പനയായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാനും ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാലുകൾ കഴുകണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ സഹോദരി, സഹവിശ്വാസിയെ, നമ്മളുടെ മറ്റുള്ളവരെ, നമുക്ക് ജനറലായിട്ട് തന്നെ പറയാം, പൊതുവായ മറ്റുള്ള ആളുകളെ ശുശ്രൂഷിക്കാനുള്ള ഒരു മനോഭാവം, മനസ്സ് നമുക്കുണ്ടാകണം. അത് ഈ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം, അല്ലെ കർത്താവ് പറയുമ്പോൾ ഞാൻ കാല് കഴിയതുപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ചരിത്രവും കൂടെ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു ശുശ്രൂഷയെ കുറിച്ചും കൂടെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഗൗരവം, അതിന്റെ ആ ഒരു ആഴം മനസ്സിലാക്കണം. അന്ന് ആ കാലഘട്ടത്തിൽ ഒരു ഭവനത്തിലേക്ക് ഒരാൾ ചെല്ലുമ്പോൾ കാല് കഴുകാനുള്ള ഉത്തരവാദിത്വം ആർക്കായിരുന്നു? അന്ന് അവിടെയുള്ള ആ വീട്ടിലെ അടിമയ്ക്കുള്ള ഉത്തരവാദിത്വമായിരുന്നു, അടിമയുടെ ജോലിയായിരുന്നു വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരന്റെ കാല് കഴുകുക എന്നുള്ളത്. ആ ജോലിയാണ് ആര് ചെയ്തത്? കർത്താവ് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? ഏത് താഴ്ന്ന ജോലിയും ചെയ്യാൻ, ഏത് താഴ്ന്ന ശുശ്രൂഷ ചെയ്തും സഹോദരനെ, എന്റെ സഹവിശ്വാസിയെ, മറ്റു വ്യക്തിയെ സഹായിക്കുവാൻ ഉള്ള മനസ്സെനിക്കുണ്ടാകണം. നമ്മൾ വെറുതെ കൂട്ടായ്മയുണ്ട്, നമ്മളെല്ലാവരും മമ്മി ഭയങ്കര ഫെലോഷിപ്പാണ്, സ്നേഹമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് മനസ്സിലാണ്. കർത്താവ് കാണിച്ചെന്ന ആ കാര്യം ഇതാണ്. ശുശ്രൂഷിക്കാനുള്ള മനസ്സ് എന്ന് പറയുമ്പോൾ കേവലം നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമല്ലേ? ആളുകൾ കാണുന്ന രീതിയിലുള്ള ശുശ്രൂഷയൊക്കെ ചെയ്യാൻ, അല്ലേ? രണ്ടുപേരെന്നെ ശ്രദ്ധിക്കണം, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഉള്ളൊരു ഉത്സാഹം ഉണ്ടായിരിക്കും. സഭയിലായാലും വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ നമ്മൾ പറയാറില്ലേ, കോൺഫറൻസിലൊക്കെ വരുമ്പോഴത്തേക്ക് ടോയ്ലറ്റ് കഴുകാൻ ആർക്ക് പറ്റും? അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ കഴിയാൻ ആർക്ക് പറ്റും? ആരത് ചെയ്യും? ആരും അറിയുന്നില്ല. അതുപോലെ രഹസ്യമായിട്ട് പല ശുശ്രൂഷകൾ പലരും ചെയ്യുന്നുണ്ട്. ആരും ചെയ്യാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് അതാണ് കാണിച്ചു തന്നത്. ഞാൻ നിങ്ങളെ അങ്ങനെ ശുശ്രൂഷിച്ചുവെങ്കിൽ, അങ്ങനെ ശുശ്രൂഷിച്ചുവെങ്കിൽ നിങ്ങളും തമ്മിൽ അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഓടി നടക്കുമൊന്നുമല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ മടി കാണിക്കരുതെന്നല്ല. അല്ല, നമ്മളിനിയിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ടോയ്ലറ്റ് കഴുകണമെന്ന് ചോദിച്ചോണ്ട് നടക്കാനല്ല. നമുക്കതിനുള്ളൊരു സാഹചര്യം വരുമ്പോൾ, നമ്മളെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടത്തിവിടുമ്പോൾ, എവിടെയെങ്കിലും നമുക്ക് ഒരു 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 നിസ്സാരമായ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്കൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ചെയ്യാൻ നമുക്ക് മടിയുണ്ടാകരുത്. താല്പര്യത്തെക്കാൾ അവിടെ മടിയുണ്ടാകരുത്. അതാണ് നമ്മൾ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം. ആ സ്വഭാവം നമ്മളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്ന കാര്യത്തിൽ
യേശു നമുക്കൊരു മാതൃക കാണിച്ചിരിക്കുന്നു. ആ കാര്യം നമുക്ക് എത്രത്തോളം നമുക്ക് ആ കാര്യത്തിന് മനസ്സുണ്ട് എന്നുള്ളതാണ് ഈ പാൽക്കാലം പരിശോധിക്കേണ്ടത്. വീണ്ടും മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നാലാമതായിട്ടൊരു കാര്യം കൂടെ നമുക്ക്, വേറൊരു കാര്യം നമുക്ക് കാണാം. കൊലോസ്യ ലേഖനം കൊലോസ്യ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ 13 വാക്യം. അന്യോന്യം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുവീൻ എന്ന് മാത്രം പറഞ്ഞ് അവിടെ നിർത്തുകയല്ല. ഒരാൾക്ക് മറ്റൊരാൾക്ക് പരാതി ഉണ്ടായാൽ ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, അവിടെ വീണ്ടും കർത്താവ് തന്നെ താരതമ്യം ചെയ്തിരിക്കുന്നു ദൈവവചനത്തിലൂടെ. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പീൻ. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. ഇതാണ് കർത്താവ് കാൽവറിയിൽ കാണിച്ചു തന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, ഇവർ ചെയ്യുന്നതെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനെതിരെ വന്ന എല്ലാ കാര്യവും ക്രൂശിൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. അതാ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ആ നിമിഷം തന്നെ ക്ഷമിച്ചു കൊടുക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടോ? പ്രിയമുള്ളവരെ, ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് ഇങ്ങനൊരു കൽപ്പന പോലെ കണ്ടാൽ പോരാ. അതിനകത്ത് വേറെ വലിയൊരു അപകടമുള്ളൊരു കാര്യം കൂടെ ആയത്. നമ്മള് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം കൂടെ ഓർക്കണം. വേണമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നൊരു കാര്യമല്ല ഇത്. എന്താണ് അതിന്റെ ഗൗരവം? വേണമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കളയാവുന്ന ഒരു കാര്യമല്ല ക്ഷമിച്ചു കൊടുക്കുന്ന കാര്യം. എന്തുകൊണ്ടാ? ആ കാര്യം അറിയാൻ മേലേ. ക്ഷമിച്ചില്ലെങ്കിൽ, നമ്മൾ ക്ഷമിച്ചു കൊടുത്തില്ലെങ്കിൽ അറിയാം. അപ്പം എന്താ? നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളോടും ക്ഷമിക്കത്തില്ല. പിന്നെ നമ്മൾ വലിയ ആളുകളാന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളോടും ക്ഷമിക്കത്തില്ല. അപ്പൊ അത് ഓർത്തോണം. അതുകൊണ്ട് ഇതൊരു വെറുതെ ഒരു കണ്ടീഷനായി വേണമെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിലല്ല. ഇത് നിർബന്ധമായിട്ട് നമുക്ക് നമ്മളോട് തെറ്റ് ചെയ്യുന്നവർ നമ്മൾ അപ്പോൾ തന്നെ ക്ഷമിച്ചു കൊടുക്കണം. നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോടെല്ലാം അപ്പോൾ തന്നെ ക്ഷമിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? പരിശോധിക്കണം. ഇതിങ്ങനെ തിയറിയായിട്ട് കേൾക്കാനല്ല ഈ പറയുന്നത്. വെറുതെ ഒരു ആശയമല്ല, ഒരു ആശയം പറയുകയല്ല, ഒരു ആശയം അവതരിപ്പിക്കുകയല്ല. എന്താണ്? നമ്മളെ തന്നെ ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് എത്രത്തോളം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. സാക് ബ്രദറിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്. ബ്രദർ പറയുന്ന ഒരു കാര്യമുണ്ട്. മാരീഡ് ലൈഫ് ഇന്നലെയും ബ്രദറിന്റെ ആ സന്ദേശം വായിച്ചപ്പോൾ അതിനകത്ത് ബ്രദർ ഇത് റെഫർ ചെയ്തിട്ടുണ്ട്. ഒറ്റ വാചകത്തിൽ വിജയകരമായ ദാമ്പത്യ ജീവിതത്തിന് ഒരു ഉപദേശം കൊടുക്കണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, ഒറ്റ വാചകം: വേഗത്തിൽ ക്ഷമയോദിക്കുക, വേഗത്തിൽ ക്ഷമിച്ചു കൊടുക്കുക. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്? ബി ക്വിക്ക് ടു ഫോർഗീവ് അതേഴ്സ്, ബി ക്വിക്ക് ടു ആസ്ക് ഫോർഗീവ്നെസ്. ആ ഒറ്റ സെന്റൻസിൽ വിവാഹ ജീവിതത്തിനുള്ള രഹസ്യമായിട്ട് ബ്രദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്. വിവാഹിതരാണല്ലോ ഇവിടെ ഇരിക്കുന്നത് കൂടുതലും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേഗത്തിൽ ക്ഷമിച്ചു കൊടുക്കാനും, ഭാര്യ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ക്ഷമിക്കും. അത് കേട്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നിയോ ആരുടെയും മനസ്സിൽ? പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കാനും ക്ഷമ ചോദിക്കുവാനും. അത് ആ കാര്യം ഓർക്കാനേ വേണം. അങ്ങനെ ഒരു കാര്യമേ ഇല്ല ക്ഷമ ചോദിക്കുക എന്നുള്ളത്. ക്ഷമ ചോദിക്കാനായിട്ട് എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? പിന്നെ എങ്ങനെ ക്ഷമ ചോദിക്കുന്നത്? മറ്റേ നടന്നാലേ ചോദിക്കത്തുള്ളൂ അല്ലേ? അത് ഭാര്യ എന്നോട് ക്ഷമ ചോദിച്ചാൽ ഞാൻ ചോദിക്കാം എന്താ അങ്ങനെ പറയുന്നത്? അതല്ല, ക്ഷമിക്കാനും ക്ഷമ ചോദിക്കുവാനും ആരാണ് ആദ്യം മുൻകൈ എടുക്കേണ്ടതെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചത്. കർത്താവ് നമ്മളെ ക്ഷമിച്ചിട്ടല്ലല്ലോ കർത്താവ് നമ്മളോട് ക്ഷമിച്ചത്. കർത്താവ് നമ്മളോട് ക്ഷമിച്ച ഒരു കണ്ടീഷൻ വെക്കാതെ കർത്താവ് നമ്മളോട് ക്ഷമിച്ചു. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ മാതൃക. അതാണ് പരിശോധിക്കേണ്ടത്. വീണ്ടും വേഗത്തിൽ പോട്ടെ, മറ്റൊരു വാക്യത്തിലേക്ക് വരാം. മറ്റൊരു പ്രമാണം നമുക്ക് റോമാലേഖനം 15-ാം അധ്യായം. വീണ്ടും കർത്താവിന്റെ തന്നെ ഞാൻ എന്നിൽ നിന്നുള്ള രീതിയിൽ പറയുന്ന ഒരു വാക്യം, തന്നെ കാണിച്ചു കൊടുത്തു, തന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട്. ദൈവജനമാണ്, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോസ്തലനായ പൗലോസിലൂടെ റോമാലേഖനത്തിൽ. കർത്താവിനെ തന്നെ താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ദൈവമഹത്വത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങളും അന്യോന്യം
സ്വീകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ. ഇതിനകത്ത് സ്വീകരിക്കുവീൻ എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ എന്താ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്വീകരിക്കുക. അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ സ്വീകരിക്കുക. മനസ്സിലാവുമല്ലോ, അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കുക. അതിന് കുറച്ചുകൂടെ വ്യക്തമാക്കാം. എന്താണ് കർത്താവ് നമ്മളെ സ്വീകരിച്ചത് നമ്മുടെ ഒരു യോഗ്യത നോക്കാതെ, അല്ലെ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സംസ്കാരമോ നമ്മുടെ എന്തെങ്കിലുമുള്ള അതൊന്നും നോക്കിയിട്ടല്ല നമ്മളെ സ്വീകരിച്ചത്. അതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാൻ പറ്റണം. അതാണ് ദൈവവചനം നമ്മളോട് പറയുന്ന പ്രമാണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു പ്രത്യേക ആളുകളായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു യോഗ്യത, ഒരു കൾച്ചർ, നമ്മുടെ സംസ്കാരം ഒന്നുമായിട്ട് യോജിക്കാത്ത ഒരാൾ വന്നാൽ നമ്മൾ അയാളോട് എങ്ങനെ പെരുമാറും? അല്ലെങ്കിൽ വേറെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം, നമുക്ക് അവിടെ അറിയാം. നമ്മളിപ്പോൾ പുന്നപ്ര മീറ്റിംഗ്, കോട്ടേജ് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ മഹാമോശമായിട്ട് ജീവിക്കുന്ന ഒരു ആള് മദ്യപാനിയായിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു ജീവിതം ജീവിക്കുന്ന ഒരു സ്ത്രീ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവള് വളരെ മോശക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ. അവൾ നമ്മുടെ മീറ്റിങ്ങിലേക്ക്, ഹെൻറിവേറിന്റെ വീടാണ് റോഡ് സൈഡിലാണ്, അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, കയറി വരിക. നമ്മളെങ്ങനെ ശല്യം ചെയ്യല്ലേ എന്ന് പറയും, ഇറങ്ങി പോകാൻ പറയും, അല്ലേ? ശല്യം ചെയ്യരുതെന്ന്. അത് പെട്ടെന്ന് നമ്മൾ പറയുന്ന ആളാണോ? അപ്പൊ ഈ കൽപ്പന എന്താ? അപ്പൊ കർത്താവ് അങ്ങനെയാണോ? കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന മോശപ്പെട്ട ആളുകളെ, കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന വളരെ മോശപ്പെട്ട ആളുകളോട് കർത്താവ് എങ്ങനെയാണ് സ്വീകരിച്ചത്? കർത്താവ് അവരോട് പറഞ്ഞോ, ഞാനിവിടെ വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അതിൻ്റെ ഇടയിൽ വരരുതെന്നാണോ? ഞങ്ങളിവിടെ വലിയ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നത്, നീ ശല്യപ്പെടുത്തരുതെന്ന് കർത്താവ് പറഞ്ഞോ? പിന്നെ കർത്താവ് സ്വീകരിച്ച പോലെ സ്വീകരിക്കാനെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? കള്ളു പിടിച്ച് ബോധമില്ലാതെ അവർക്ക് കയറി വരുന്നത്. നമുക്ക് അവരെ സ്വീകരിക്കാൻ പറ്റുമോ? ദൈവസഭ അങ്ങനെയുള്ളവർക്കുള്ള ഇടപാടെന്നാണ് നമ്മൾ പറയുന്നത്. മറ്റു സഭകൾ എങ്ങനെയാണെന്ന് അറിയാം. നമ്മുടെ ചർച്ചിൽ, നമ്മൾ സഭയിൽ അത് വ്യക്തമായിട്ട് പറയുന്നു, ആർക്കും കടന്നു വരാം. കർത്താവിന്റെ അടുക്കൽ ആർക്കും കടന്നു വരാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ചർച്ച് സഭയിലേക്ക് ആർക്കും കടന്നു വരാൻ സാധിക്കണം. ലോകത്തിൽ എങ്ങനെയുള്ളവരാണെന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. അവർ സഭയിലേക്ക് വരുമ്പോൾ ഇവിടെ ദൈവമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണം, അവർക്കൊരു മാനസാന്തരം ഉണ്ടാകണം. ദൈവം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുവൻ സഭയിലേക്ക് കടന്നു ചെന്നപ്പോൾ, അങ്ങനെ അല്ലേ കുരുതലെന്ന് പറയുന്നത്, അല്ലേ? എങ്ങനെ ഒരുവൻ സഭയിലേക്ക് ചെന്നപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇവരുടെ ഇടയിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് അവൻ കടന്നു വീണ് മാനസാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത്. അല്ലാതെ അവൻ യോഗ്യത നോക്കിയിട്ടല്ല അവിടെ. അതാണ് യഥാർത്ഥ സഭ ആരെയും ഉൾക്കൊള്ളുന്നതായിരിക്കും, അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും, അവരെ അംഗീകരിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവർ, ഈ സ്വഭാവം നമ്മളിലുണ്ടോ? നമ്മളെ സഭയായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി 26 വർഷമായി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ സത്യസന്ധമായിട്ട് പരിശോധിക്കണം നമ്മളിൽ ആ ഒരു ക്വാളിറ്റി, നമ്മളിൽ ആ ഒരു കാര്യം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ആരെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള, ഏത് തരത്തിലുള്ള ഒരാൾ വന്നാലും അയാളെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയ വിശാലത നമുക്കുണ്ടായിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ സ്വഭാവം അതായിരുന്നു. യേശുവിന്റെ സ്വഭാവം അതായിരുന്നു. ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന കൽപ്പന അതാണ്. നമുക്കത് മനസ്സിലാക്കാം. നമുക്ക് അതിന്റെ ആഴത്തിൽ അതിന്റെ ആ ഒരു അർത്ഥം മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ കുറവുകൊണ്ട് നമുക്ക് ഇന്ന് മാനസാന്തരപ്പെടാം. പാപകരമായ ജീവിതം നയിക്കുന്ന ആളുകളോട് കർത്താവ് വളരെ സ്വാതന്ത്ര്യമായിട്ട് ഇടപെട്ടു. അവർക്ക് അവിടെ കിടന്നു വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നമ്മുടെ അടുക്കും അതുപോലെ സ്വാതന്ത്ര്യം ആളുകൾക്കുണ്ടാണ്. ആർക്കും അല്ലാതെ സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരുമായ നല്ല ആളുകൾ മാത്രം കൂടുന്ന, വിശുദ്ധന്മാരും എല്ലാം നല്ല തികഞ്ഞ ആളുകൾ കൂടുന്ന ഒരു സഭയായിട്ടിരിക്കാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. വീണ്ടും അവിടെ തന്നെ നമുക്ക് കാണാം. 15-ാം അധ്യായത്തിൽ തന്നെ ഒരു വാക്യം, 15-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. നാം ഓരോരുത്തരും അയൽക്കാരന്റെ നന്മയ്ക്കായിട്ട് അയാളുടെ ഉന്നമനം മുൻനിർത്തി അയാളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കണം. ക്രിസ്തുവും സ്വയം പ്രസാദിച്ചില്ല. അപ്പൊ ക്രിസ്തു സ്വയം പ്രസാദിച്ചില്ല. പക്ഷെ അവിടെ പറയുന്ന ക്രിസ്തു സ്വയം പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിന് മുകളിൽ ഒരു കൽപ്പന നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് അയാളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കണം. അവിടെ ഒരു സ്വഭാവമാണ്, ക്രിസ്തുവിന്റെ സ്വഭാവമാണ്, കർത്താവിന്റെ സ്വഭാവമാണ് അവിടെ വെളിപ്പെടുന്നത്. എന്താണത്? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രിയമുള്ളവരെ സത്യസന്ധമായിട്ട് പരിശോധിക്കണം. സത്യസന്ധമായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത്, നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് ജീവിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സന്തോഷം, നമ്മുടെ ജീവിതം, 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 നമ്മുടെ
നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹെൻറിമാരുടെ വീട്ടിൽ കൂടിയപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞതാണ്. നമ്മൾ എപ്പോഴും എന്താണ് നമ്മുടെ സന്തോഷം, നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ല, ഇവിടെ പറയുന്നത് എന്താ? യേശുവ തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. പക്ഷെ നമ്മുടെ സ്വഭാവം എപ്പോഴും നമ്മളെ തന്നെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വചനം പറയുന്നു, കൽപ്പന പറയുന്നു, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ നന്മ മുൻനിർത്തി അയാളെ പ്രീതിപ്പെടുത്താൻ. ഇതിങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? വചനത്തിലുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതേ ഉള്ളൂ നമുക്ക് ഒരു പ്രമാണം. നമ്മുടെ പ്രമാണം മുഴുവൻ ഇതാണ്. ഈ പ്രമാണമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്നിങ്ങനെ സമ്മതിക്കാനല്ല സഹോദരാ, ഇങ്ങനെ സമ്മതിക്കാനല്ല. നമുക്കിന്ന് മാനസാന്തരപ്പെടാം. ഇന്ന് മാനസാന്തരത്തിന്റെ ദിവസമാണ്. ഇത് കഴിയലിന്റെ ദിവസമായിട്ട് നമുക്കതിനെ കാണാം. ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മുടെ കുറവുകളെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്കത് മാനസാന്തരത്തിനുള്ള അവസരം ഒരുക്കുകയാണ്. നമ്മൾ എപ്പോഴും സഭയിൽ പറയുന്നൊരു കാര്യമുണ്ട്, വാതിൽ അടഞ്ഞിട്ടില്ല. ഇന്നും നമുക്ക് ജീവനുണ്ട്. ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ കൃപയാണ്. എന്തിനു വേണ്ടിയുള്ളത്? ദൈവം നമുക്ക് ജീവിതം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്നും നമുക്ക് മാനസാന്തരത്തിന് അവസരമുണ്ട്. വാതിൽ അടയുന്നത് വരെ നമുക്ക് അവസരമുണ്ട്. അതായത് കർത്താവിന്റെ വരവോ നമ്മുടെ ജീവിതത്തിന്റെ അവസാനമോ ഏതാണ് ആദ്യമെന്ന് നമുക്ക് അറിയാൻ മേല. പക്ഷെ ഇന്ന് നമുക്ക് മാനസാന്തരത്തിന് അവസരമുണ്ട്. മാനസാന്തരപ്പെടാം. ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട. കുറവുകളെ കാണുമ്പോൾ, കർത്താവ് ദൈവാത്മാവ് നമ്മുടെ വീഴ്ചകളെ കാണിച്ചു തരുമ്പോൾ നിരാശപ്പെടാതെ നമുക്ക് മാനസാന്തരത്തിന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. അതിനാണ് ദൈവാത്മാവ് നമ്മൾ കേൾപ്പിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കർത്താവുമായിട്ട് ചേർത്താണല്ലോ പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ് പറഞ്ഞത്? സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, കർത്താവിന്റെ താഴ്മയെക്കുറിച്ച് പറഞ്ഞു, കർത്താവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, മറ്റുള്ളവർ ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കർത്താവിന്റെ സ്വഭാവത്തിൽ ഏറ്റവും അവസാനം തന്നെത്താൻ പ്രീതിപ്പെടുത്താതെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കൂടി ചേർത്ത് വേണമെങ്കിൽ ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു വാക്യമുണ്ട് ഫിലിപ്പിലെ ലേഖനത്തിൽ. എന്താണ്? ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഒറ്റ കൽപ്പനയായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഭാവമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ പൽക്കാലം നമുക്ക് പരിശോധിക്കാം എത്രത്തോളം നമ്മൾ ഈ കാര്യത്തിൽ വളർന്നിട്ടുണ്ട്. സഭയായ ഈ കർത്താവ് നമ്മളെ ഒരു സ്ഥലത്ത് ആക്കിയിരിക്കുമ്പോൾ സഭയിലൂടെ വെളിപ്പെടേണ്ടത് അവിടുത്തെ സ്വഭാവമാണെന്ന് കർത്താവ് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. സഭയായി നമ്മളെ ആക്കിയിരിക്കുമ്പോൾ അവിടെ വെളിപ്പെടേണ്ടത് കർത്താവിന്റെ സ്വഭാവമാണ്. കർത്താവിന്റെ സ്വഭാവത്തിൽ എത്രത്തോളം നമ്മൾ വളർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതാണ് സഭയുടെ വളർച്ച. ആളുകളുടെ എണ്ണത്തിലുള്ള വളർച്ചയല്ല, ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിലല്ല കാര്യം. കർത്താവിന്റെ സ്വഭാവത്തിൽ നമ്മൾ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് പരിശോധിക്കാം. സത്യസന്ധമായിട്ടുള്ള ഒരു പരിശോധന ഇന്ന് നടക്കട്ടെ. കർത്തൃമായ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് പങ്കെടുക്കണമെന്ന്. ശോധന ചെയ്യുന്നത് നമുക്ക് ഇന്ന് ഇതാകട്ടെ നമുക്ക് പരിശോധിക്കാനുള്ള വിഷയം. കർത്താവിന്റെ സ്വഭാവത്തിൽ നമ്മൾ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് പരിശോധിച്ചുകൊണ്ട് നിരാശപ്പെടാതെ നമുക്ക് ഏറ്റുപറയാം, കർത്താവ് ഈ കാര്യത്തിലൊക്കെ കുറവുണ്ട്. ദൈവം നമ്മളെ നിറയ്ക്കും. നമുക്ക് ഇന്ന് വിശ്വസിക്കാം. കർത്താവ് തന്റെ ആത്മാവിനാലെ നമ്മളെ നിറച്ച് അവിടുത്തെ സ്വഭാവത്തിലേക്ക് നമ്മളെ വളർത്തും. വിശ്വസിക്കുക. കർത്താവ് നമ്മളെ വളർത്തും. നമ്മളുടെ കഴിവല്ല, നമ്മുടെ ശക്തി, നമ്മുടെ സ്വയപ്രയത്നമല്ല, നമ്മൾ പ്രയത്നിച്ചല്ല. കർത്താവിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. കർത്താവ് തന്റെ ആത്മാവിനാൽ നമ്മളെ നിറച്ച് മുന്നോട്ട് നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സത്യസന്ധതയുള്ളവരായിരിക്കാം. ദൈവാത്മാവ് നമ്മളെ സഹായിക്കും.